വെൽക്കം ടു എയിം ഫോർ പി എസ് സി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 മെയ് 4 പി എസ് സി നടത്തിയ ഫീമെയിൽ വാർഡൻ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 52/2024. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. ഓപ്ഷൻ വായിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം. ഇത് ശരിയാണോ? ശരിയാണ്. ഇത് ആത്മോപദേശ ശതകം രചിച്ചത് ശ്രീനാരായണ ഗുരു ആണ്. ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം. ശരിയാണോ? വൈകുണ്ഠ സ്വാമികൾ പ്രാചീന മലയാളം. അത് തെറ്റാണ്. വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം. അപ്പം ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 4 ശരിയായിട്ടുള്ള ഓപ്ഷൻ. അപ്പം ആത്മോപദേശ ശതകം രചിച്ചത് ആരാണ്? അത് ശ്രീനാരായണ ഗുരു ആണ്. ആത്മോപദേശ ശതകം രചിച്ചത് ശ്രീനാരായണ ഗുരു. വേദാധികാര നിരൂപണം ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് കേട്ടോ. വേദാധികാര നിരൂപണം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഇനി പ്രാചീന മലയാളവും ആരുടെ കൃതിയാണ്? പ്രാചീന മലയാളം അത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അഭിനവ കേരളം രചിച്ചത് ആരാണ്? അഭിനവ കേരളം അത് വാഗ്ഭടാനന്ദന്റെ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനകത്തും ഇതേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം 1917 ആത്മവിദ്യാസംഘം സ്ഥാപിക്കുന്നത്. 1917 ആത്മവിദ്യാസംഘം സ്ഥാപിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാല് അത് വാഗ്ഭടാനന്ദനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. കാൺപൂരിൽ ആരാണ് നേതൃത്വം നൽകിയത്? കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? നാനാ സാഹിബാണ് കേട്ടോ. കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. ബീഹാറിൽ ആരാണ്? ബീഹാറിൽ നേതൃത്വം നൽകിയത് അത് കൻവർ സിംഗ് ആണ്. ഡൽഹിയിൽ ആരാണ്? ഡൽഹിയില് അത് ബഹദൂർ ഷാ സെക്കൻഡ് ആണ് കേട്ടോ. ബഹദൂർ ഷാ സെക്കൻഡ്. ഝാൻസിയിൽ വിപ്ലവം നയിച്ചത് ആരാണ്? ഝാൻസിയിൽ അത് റാണി ലക്ഷ്മിബായി ആണ് കേട്ടോ. റാണി ലക്ഷ്മിബായി. അപ്പം ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്? അറിയാവോ? ഡേറ്റ് അറിയാവോ? വർഷം 1857 മെയ് 10 കേട്ടോ. എവിടെയാണ് അത്? മീററ്റ്. ഏത് സംസ്ഥാനമാണ്? ഉത്തർപ്രദേശ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചവരെ കുറച്ചുപേരെ പരിചയപ്പെടാം. ഡൽഹിയിലെ വിപ്ലവം നയിച്ചവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ബഹദൂർ ഷാ സെക്കൻഡ് ഉണ്ട്, ജനറൽ ഭക്ത് ഖാനും ഉണ്ട് കേട്ടോ. ഡൽഹിയിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ബഹദൂർ ഷാ സെക്കൻഡ് ഉണ്ട്, ജനറൽ ഭക്ത് ഖാൻ ഉണ്ട്. കാൺപൂരിൽ ആരാണ് നേതൃത്വം നൽകിയതെന്ന് ചോദിച്ചാൽ നാനാ സാഹിബ്, താന്തിയ തോപ്പി. കാൺപൂരിൽ ആരൊക്കെയാണ്? നാനാ സാഹിബ് ഉണ്ട്, താന്തിയ തോപ്പി ഉണ്ട് കേട്ടോ. ഇനി ഔദിൽ ആരാണ് വിപ്ലവം നയിച്ചതെന്ന് ചോദിച്ചാല് ബീഗം ഹസ്രത്ത് മഹലാണ്. ഔദിൽ ആരാണെന്ന് ചോദിച്ചാല് ബീഗം ഹസ്രത്ത് മഹലാണ്. ഫൈസാബാദിലെ വിപ്ലവം നയിച്ചത് ആരാണ്? അത് മൗലവി അഹമ്മദുള്ളയാണ് കേട്ടോ. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള. അപ്പൊ ഒന്നുകൂടെ പറയാം. ഡൽഹിയിൽ വിപ്ലവം നയിച്ചത് ബഹദൂർ ഷാ സെക്കൻഡ്, ജനറൽ ഭക്ത് ഖാൻ. കാൺപൂരിൽ നാനാ സാഹിബ് ഉണ്ട്, താന്തിയ തോപ്പിയുണ്ട്. പിന്നെ ലക്നൌവിലാണെങ്കിൽ ബീഗ ഹസ്രത്ത് മഹല്. ഔദിലും ഉണ്ട് ബീഗ ഹസ്രത്ത് മഹൽ. രണ്ടിടത്തുണ്ട്. ലക്നൗ, ഔദ്. ഇവിടെ രണ്ടിടത്തും വിപ്ലവം നയിച്ചത് ആരാണെന്ന് വെച്ചാൽ അത് ബീഗം ഹസ്രത്ത് മഹലാണ് കേട്ടോ. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയണം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. മൂന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. അത്
ഏത് സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ലാഹോർ സമ്മേളനം. ഓപ്ഷൻ സി ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ലാഹോർ സമ്മേളനം എന്താണെന്ന് നോക്കാം. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? പൂർണ്ണ സ്വരാജ് ആണ് കേട്ടോ. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണ സ്വരാജ് ആണ്. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കുകയും ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തപ്പെടുകയും ചെയ്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലാഹോർ സമ്മേളനമാണ് കേട്ടോ. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കുകയും ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തപ്പെടുകയും ചെയ്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാല് അത് ലാഹോർ സമ്മേളനമാണ്. ഇനി ബാക്കി ഓപ്ഷനോട് നോക്കാം. കറാച്ചി സമ്മേളനം. കറാച്ചി സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. കറാച്ചി സമ്മേളനം 1931 കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണെന്ന് അറിയാവോ? അധ്യക്ഷൻ അത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ് കേട്ടോ. സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അപ്പം 1931 കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഈ കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മൗലിക അവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും അവതരിപ്പിച്ച സമ്മേളനമാണ്. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് മൗലിക അവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും അവതരിപ്പിച്ച സമ്മേളനമാണ് ഈ 1931 കറാച്ചി സമ്മേളനം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇതിലൊരു ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് നാഗ്പൂർ സമ്മേളനമാണ്. എന്നാണ് നാഗ്പൂർ സമ്മേളനം നടന്നത്? അത് 1920 കേട്ടോ. 1920 നാഗ്പൂർ സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാല് വിജയരാഘവ ആചാര്യാണ് കേട്ടോ. 1920 നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് വിജയരാഘവ ആചാര്യ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം പാസാക്കിയ സമ്മേളനം അതേതാണെന്ന് ചോദിച്ചാല് 1920 നാഗ്പൂർ സമ്മേളനമാണ് കേട്ടോ. നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം പാസാക്കിയ സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാല് അത് 1920 നാഗ്പൂർ സമ്മേളനമാണ്. അധ്യക്ഷൻ വിജയരാഘവ ആചാര്യ. ഇനി അടുത്ത ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് കൽക്കട്ട സമ്മേളനമാണ്. കൽക്കട്ട സമ്മേളനം. രണ്ട് സമ്മേളനത്തിന്റെ പ്രത്യേകത പറയാം. 1896 കൊൽക്കത്ത സമ്മേളനം. 1896 ഒരു കൊൽക്കത്ത സമ്മേളനം ഉണ്ടായിരുന്നു. അതിന്റെ അധ്യക്ഷൻ ആരാണ്? 1896 അത് റഹമത്തുള്ള സയാനിയാണ് കേട്ടോ. റഹമത്തുള്ള സയാനി. 1896 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാല് അത് റഹമത്തുള്ള സയാനിയാണ്. എന്താണ് ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാല് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം. വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാല് 1896 കൊൽക്കത്ത സമ്മേളനത്തിനാണ്. അടുത്ത 1911 കൊൽക്കത്ത സമ്മേളനം ഉണ്ട്. 1911 ഒരെണ്ണം ഉണ്ടായിരുന്നു. അതിന്റെ അധ്യക്ഷൻ ആരാണ്? 1911 അത് BN ദർ ആണ് കേട്ടോ. BN ദർ. 1911 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് BN ദർ ആണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കേട്ടോ. ജനഗണമന. ആരാ ആലപിച്ചതെന്ന് ചോദിച്ചാല് സരളാദേവി ചൗധരാണി. സരളാദേവി ചൗധരാണി. അപ്പം 1896 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ റഹമത്തുള്ള സയാനിയാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കേട്ടോ. 1911 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ BN ദറും ജനഗണമന ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ചൈനയെ ആധുനീകരിക്കാൻ സൺ യാത് സെൻ മുന്നോട്ട് വച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ചൈനയെ ആധുനീകരിക്കാൻ സൺ യാത് സെൻ മുന്നോട്ട് വച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. ഓപ്ഷൻ പറയാം. മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക. ഇത് ശരിയാണോ? ശരിയാണ് കേട്ടോ. അടുത്ത ഓപ്ഷൻ ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. ജനാധിപത്യം ഭരണം സ്ഥാപിക്കുക. ശരിയാണോ? അത് ശരിയായിട്ടുള്ളൊരു ഓപ്ഷൻ ആണ് കേട്ടോ. ശരിയാണ്. പിന്നെ മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക.
ഇതും ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ് കേട്ടോ. ഇത് മൂന്നും ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. അപ്പം ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എല്ലാം ശരിയാണ് കേട്ടോ. ചൈനയെ ആധുനീകരിക്കാൻ സൺ യാത് സെൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. ഇത് മൂന്നും ഉത്തരമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് കേട്ടോ. അപ്പം ചൈന ഭരിച്ച അവസാന രാജവംശമാണ് ഈ മഞ്ജു രാജവംശം എന്ന് പറയുന്നത്. എന്താണ്? ചൈന ഭരിച്ച അവസാന രാജവംശമാണ് മഞ്ജു രാജവംശം എന്ന് പറയുന്നത്. ഈ മഞ്ജു രാജഭരണത്തിനെതിരായിട്ട് സൺ യാത് സണിന്റെ നേതൃത്വത്തിൽ ചൈനയിൽ നടന്ന വിപ്ലവമാണ് 1911 ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. എന്താണ്? മഞ്ജു രാജഭരണത്തിനെതിരായിട്ട് സൺ യാത് സണിന്റെ നേതൃത്വത്തിലാണ് ചൈനയിൽ 1911 ചൈനീസ് വിപ്ലവം നടന്നത്. ഈ സൺ യാത് സണിന്റെ രൂപം നൽകിയ 3 ആശയങ്ങൾ ഏതൊക്കെയാണ്? അത് മുമ്പ് PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം സൺ യാത് സൺ രൂപം നൽകിയ പ്രധാന ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഇത് ആരുടെ ആശയങ്ങളാണെന്ന് ചോദിച്ചാല് അത് സൺ യാത് സണിന്റെ ആശയങ്ങളാണ് കേട്ടോ. ഇദ്ദേഹത്തിന്റെ ഈ ആശയങ്ങളെ അറിയപ്പെടുന്നത് 3 പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ എന്നറിയപ്പെടുന്നുണ്ട് കേട്ടോ. 3 പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ എന്നറിയപ്പെടുന്നത് ഈ സൺ യാത് സണിന്റെ ആശയങ്ങളെയാണ്. ഏതൊക്കെയാണ്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക. ഓപ്ഷൻ വായിക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ഓപ്ഷൻ ബി ബോസ്റ്റൺ ടീ പാർട്ടി, പിന്നീട് പറഞ്ഞിരിക്കുന്നത് പാരീസ് ഉടമ്പടി, പിന്നീട് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഇത് കാലഗണനാക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ വർഷം അതറിയാവോ? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നാ നടന്നതെന്ന്? 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് കേട്ടോ. 1776 ജൂലൈ 4. ഇനി ബോസ്റ്റൺ ടീ പാർട്ടി, അത് ഏത് വർഷമാണ് ബോസ്റ്റൺ ടീ പാർട്ടി? അത് 1773 ഡിസംബർ 16 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് കേട്ടോ. ഇനി പാരീസ് ഉടമ്പടി എന്നാ? പാരീസ് ഉടമ്പടി 1783 പാരീസ് ഉടമ്പടി നടന്നത്. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം അത് 1774 കേട്ടോ. അപ്പം ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. നമുക്ക് ഓപ്ഷൻ ഒന്നുകൂടെ നോക്കാം. ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് 1776 ജൂലൈ 4 പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഇത് ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്നത് അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്നത് അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ് കേട്ടോ. ജെയിംസ് ഓട്ടിസ് ആണ്. ഇനി ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1774 കേട്ടോ. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1774 അത് എവിടെ വെച്ചിട്ടാണ് നടന്നത്? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെ വെച്ചിട്ടാണ്? അത് ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ്. ഇനി രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ വർഷം അറിയാവോ? രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് അത് 1775. ഈ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണെന്നറിയാവോ? രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ജോർജ് വാഷിംഗ്ടണിനെയാണ് കേട്ടോ. ജോർജ് വാഷിംഗ്ടൺ. ഇനി നമുക്ക് പാരീസ് ഉടമ്പടിയുടെ വർഷമാണ് 1783. 1783 പാരീസ് ഉടമ്പടി നടന്നത്. ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചാൽ അത് പാരീസ് ഉടമ്പടിയാണ്. എന്താണ്? ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചാൽ അത് പാരീസ് ഉടമ്പടിയാണ് കേട്ടോ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഓപ്ഷൻ വായിക്കാം. ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, മേഘാലയ, നാഗാലാൻഡ്. അപ്പം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡിലാണ് ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ബി ഹൈഡ്രജൻ, ഓപ്ഷൻ സി ഓക്സിജൻ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏതാണ്? അതെ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഹരിതഗൃഹ പ്രഭാവത്തിന് പ്രധാന കാരണമായിട്ടുള്ളൊരു വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. ഹരിതഗൃഹ പ്രഭാവത്തിന് പ്രധാന കാരണമായിട്ടുള്ള വാതകം ഏതാണെന്ന് ചോദിച്ചാല് അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ്? ആഗോളതാപനത്തിന് അതും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. അപ്പം ഹരിതഗൃഹ പ്രഭാവത്തിന് പ്രധാന കാരണമായിട്ടുള്ള വാതകം ഏതാണെന്നും ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏതാണെന്നൊക്കെ ചോദിച്ചാല് അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ജ്വലനത്തെ തടയുന്ന വാതകം. ജ്വലനത്തെ തടയുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാല് അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമായി കാണപ്പെടാൻ കാരണം എന്താണ്? അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമായി കാണപ്പെടാൻ കാരണം എന്താണ്? അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി ഇതില് ഒരു ഓപ്ഷനാണ് ഹൈഡ്രജൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹൈഡ്രജന്റെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഭാവിയുടെ ഇന്ധനമാണ് ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നത് അല്ലെ. ഭാവിയുടെ ഇന്ധനമാണ് ഹൈഡ്രജൻ. എല്ലാ ആസിഡിലെയും പ്രധാന ഘടകം എന്താണ്? അത് ഹൈഡ്രജൻ ആണ്. എല്ലാ ആസിഡിലെയും പ്രധാന ഘടകം എന്താണെന്ന് ചോദിച്ചാല് അത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് അത് ഹെൻറി കാവൻഡിഷ് ആണ്. ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത്. കലോറിക മൂല്യം കൂടിയ ഇന്ധനം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഹൈഡ്രജൻ ആണ് കേട്ടോ. കലോറിക മൂല്യം കൂടിയ ഇന്ധനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. അപ്പം ഒന്നും കൂടെ പറയാം. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നു. എല്ലാ ആസിഡിലെയും പ്രധാന ഘടകം ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. കലോറി മൂല്യം കൂടിയ ഇന്ധനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഹൈഡ്രജൻ ആണ്. അടുത്ത ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജനെ കുറിച്ച് ഇപ്പൊ ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഓക്സിജൻ കണ്ടുപിടിച്ചത് അത് ജോസഫ് പ്രീസ്ലി ആണ്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി ആണ്. എന്നാൽ പേര് നൽകിയത് ആരാണ്? പേര് നൽകിയത് ഓക്സിജൻ ആ പേര് നൽകിയത് അത് ലാവോസിയർ ആണ്. ഇത് ഓക്സിജന്റെ അറ്റോമിക നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? ഓക്സിജന്റെ അറ്റോമിക നമ്പർ അത് 8 ആണ് കേട്ടോ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചാല് അത് ഓക്സിജൻ ആണ് കേട്ടോ. ഇനി അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാലും അത് ഓക്സിജൻ ആണ്. അപ്പൊ ഒന്നും കൂടെ പറയാം. ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി ആണ്. പേര് നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ലാവോസിയർ ആണ്. അറ്റോമിക നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 8 ആണ് കേട്ടോ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായിട്ടുള്ള പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ പറയാം. എൽ നിനോ, ഓപ്ഷൻ ഡി പശ്ചിമ അശസ്തത, ഓപ്ഷൻ സി കാൽ ബൈശാഖി, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏതാണ് ഇന്ത്യയിൽ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായിട്ടുള്ള പ്രതിഭാസം? അത് ഓപ്ഷൻ ബി ആണ്. പശ്ചിമ അശസ്തതയാണ്. ശൈത്യകാലത്ത് അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് ഈ പശ്ചിമ അശസ്തത എന്ന് പറയുന്നത്.
ശൈത്യകാലത്ത് അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ്. ഇത് ഏത് കടലിലാണ് രൂപം കൊള്ളുന്നത് എന്ന് ചോദിച്ചാൽ അത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ഒരു പ്രതിഭാസമാണ് കേട്ടോ. ഈ പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയറിലെ ജെറ്റ് പ്രഭാവങ്ങളാണ്. പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിൽ എത്തിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലെ ജെറ്റ് പ്രവാഹങ്ങളാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയില് ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായിട്ടുള്ള പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി പശ്ചിമ അസ്വസ്ഥതയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ, ഏറ്റവും വലിയ എണ്ണപ്പാടം ജാറിയയാണ്. ഇത് ശരിയാണോ? ഏറ്റവും വലിയ എണ്ണപ്പാടം ജാറിയാണോ? അല്ല. അടുത്ത ഓപ്ഷൻ, ഏറ്റവും വലിയ എണ്ണപ്പാടം സുന്ദർഗഡ് ആണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം സുന്ദർഗഡ് ആണെന്നാണ് ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അത് തെറ്റാണ് കേട്ടോ. ഓപ്ഷൻ സി പറയുന്നത് ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. അത് ശരിയാണോ? അത് ശരിയാണ് കേട്ടോ. അപ്പം ജാറിയ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് കേട്ടോ. ജാറിയ എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ് ജാറിയ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? അത് ജാർഖണ്ഡ് ആണ് കേട്ടോ. അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ജാറിയ, ജാർഖണ്ഡ് എന്ന് പറയുന്നത്. അപ്പം സുന്ദർഗഡ് എന്താണ്? ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ഇരുമ്പ് നിക്ഷേപ കേന്ദ്രമാണ് സുന്ദർഗഡ് എന്ന് പറയുന്നത് കേട്ടോ. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ഇരുമ്പ് നിക്ഷേപ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാല് അത് സുന്ദർഗഡ് ആണ്. അപ്പം ഇവിടെ ശരിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് പറയുന്നത് എവിടെയാണ്? മുംബൈ ഹൈ ആണ് കേട്ടോ. ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ എ, ദേശീയ ജലപാത 1. ഓപ്ഷൻ ബി, ദേശീയ ജലപാത 2. ഓപ്ഷൻ സി, ദേശീയ ജലപാത 3. ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. ഓപ്ഷൻ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ദേശീയ ജലപാത 3 ആണ് കേട്ടോ. ദേശീയ ജലപാത 3. ഈ NW3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എവിടെ മുതൽ എവിടം വരെയാണ്? NW3 കൊല്ലം മുതൽ കോഴിക്കോട് വരെ. NW3 കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് ബന്ധിപ്പിക്കുന്നത്. NW3യുടെ ആകെ ദൈർഘ്യം എന്ന് പറയുന്നത് 365 കിലോമീറ്റർ ആണ് കേട്ടോ. NW3യുടെ ആകെ ദൈർഘ്യം എത്രയാണെന്ന് ചോദിച്ചാല് അത് 365 കിലോമീറ്റർ ആണ് കേട്ടോ. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ജലപാതയാണ് NW3. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാത ഏതാണ്? അത് NW3 ആണ് കേട്ടോ. ഇനി NW3 കമ്മീഷൻ ചെയ്യപ്പെട്ട വർഷം 1993 NW3 കമ്മീഷൻ ചെയ്യപ്പെട്ട വർഷം 1993 NW1 എവിടേക്കാണ് ബന്ധിപ്പിക്കുന്നത്? NW1 എവിടം തൊട്ട് എവിടം വരെയാണ്? അലഹബാദ് തൊട്ട് ഹാൽഡിയ വരെയാണ് കേട്ടോ. ഏത് നദിയിലാണെന്ന് ചോദിച്ചാല് അത് ഗംഗാ നദിയിലാണ്. NW1 ബന്ധിപ്പിക്കുന്നത് അലഹബാദ് ടു ഹാൽഡിയ, അത് ഗംഗാ നദിയിലാണ് കേട്ടോ. NW2 എവിടം തൊട്ട് എവിടം വരെയാണ്? സാദിയ മുതല് ധൂബ്രി വരെ. സാദിയ മുതല് ധൂബ്രി വരെ ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ഏതാ? NW2 അത് ബ്രഹ്മപുത്ര നദിയിലാണ് കേട്ടോ. ബ്രഹ്മപുത്ര നദിയില്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ല ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, പാലക്കാട് ഇടുക്കി. ഓപ്ഷൻ ബി, കണ്ണൂർ കൊല്ലം. ഓപ്ഷൻ സി, എറണാകുളം കോഴിക്കോട്. ഓപ്ഷൻ ഡി, എല്ലാം ശരി. ഏതാണ് കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്തത്? പാലക്കാട് ഇടുക്കിയിലാണ് കേട്ടോ. പാലക്കാട് ഇടുക്കി ഓപ്ഷൻ എ ആണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാണ്? കേരളത്തില് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂരാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കൊയിലാണ്ടി കോഴിക്കോടാണ് കേട്ടോ. കൊയിലാണ്ടി കോഴിക്കോടാണ്. ഇനി ചോദിക്കാം, കേരളത്തിലെ കണ്ടൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് അറിയാമോ? കേരളത്തിലെ കണ്ടൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് അത് കല്ലേൻ പൊക്കുടനാണ് കേട്ടോ. കല്ലേൻ പൊക്കുടൻ.
അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം. കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്ന് പറയുന്നത് കല്ലേൻ പൊക്കുടന്റെ ആത്മകഥയാണ് കേട്ടോ. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന ജില്ലയാണ് കണ്ണൂര്. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാല് അത് കൊയിലാണ്ടി, കോഴിക്കോടാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ഇന്ത്യ, ഓപ്ഷൻ ബി ഡെൻമാർക്ക്, ഓപ്ഷൻ സി ഫിൻലാൻഡ്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏതാ? അത് ഫിൻലാൻഡ് ആണ്. നമുക്ക് 2025 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് നോക്കാം. അവിടെയും ഒന്നാം സ്ഥാനം ആർക്കാണ്? ഫിൻലാൻഡ് ആണ് കേട്ടോ. 2025 ഫിൻലാൻഡ് ആണ്. 2025 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 118 ആണ് കേട്ടോ. ഇന്ത്യയുടെ സ്ഥാനം 118 ആണ്. ടോട്ടല് 147 രാജ്യങ്ങളില് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 118 ആണ്. സെക്കൻഡ് വരുന്നത് ഡെൻമാർക്കും തേർഡ് വരുന്നത് ഐസ്ലാൻഡുമാണ്. സെക്കൻഡ് സ്ഥാനം ഡെൻമാർക്കും തേർഡ് വരുന്നത് ഐസ്ലാൻഡുമാണ്. അപ്പം 2025 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഫസ്റ്റ് വരുന്നത് ഫിൻലാൻഡ്, സെക്കൻഡ് വരുന്നത് ഡെൻമാർക്ക്, തേർഡ് വരുന്നത് ഐസ്ലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 118 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ വായിക്കാം. സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം. ഏതാണ്? ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. അതിനെ പറയുന്ന പേരാണ് ആഗോളവൽക്കരണം. ഓപ്ഷൻ ബി ആണ് കേട്ടോ, ആഗോളവൽക്കരണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ്? ഓപ്ഷൻ പറയാം. ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി PC മഹലനൊബിസ്, ഓപ്ഷൻ സി മുഖർജി, ഓപ്ഷൻ ഡി ജോൺ മത്തായി. ആരുടെ ആശയമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്? അതെ, PC മഹലനൊബിസിന്റെ ആണ് കേട്ടോ. PC മഹലനൊബിസ്. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് അത് PC മഹലനൊബിസ് ആണ് കേട്ടോ. PC മഹലനൊബിസിനെയാണ് ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ വർഷം പറയാമോ? രണ്ടാം പഞ്ചവത്സര പദ്ധതി അത് 1956 തൊട്ട് 61 വരെയാണ് കേട്ടോ. 1956 ടു 1961 വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി നടന്നത്. ഇത് പ്രധാനമായിട്ട് ഊന്നൽ നൽകിയത് എന്തിനു വേണ്ടിയിട്ടാണ്? വ്യവസായത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? വ്യവസായമാണ്. അപ്പൊ ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്ന പ്രധാന വ്യവസായശാലകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഏതാ? അത് ഭിലായി ഉണ്ട്, റൂർക്കേലയുണ്ട് കേട്ടോ. ഭിലായി, റൂർക്കേല ഇതൊക്കെ എന്താണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്നതാണ് കേട്ടോ. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി അത് ഹരോൾഡ് ഡോമർ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മോഡൽ ആണ്. അത് 1951 തൊട്ട് 56 വരെയാണ് കാലഘട്ടം കേട്ടോ. 1951 ടു 56. പ്രധാനമായിട്ട് ഊന്നൽ നൽകിയത് കൃഷിക്കും ജലസേചനത്തിനും വേണ്ടിയിട്ടാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച ഡാമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഭക്രാനങ്ങളുണ്ട്, ഹിരാക്കുഡ്. ഭക്രാനങ്കിലും ഹിരാക്കുഡും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച ഡാമുകളാണ് കേട്ടോ. ഇതിന്റെ ആമുഖം എഴുതി തയ്യാറാക്കിയത് KN രാജാണ്. KN രാജ് ആമുഖം എഴുതി തയ്യാറാക്കിയ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് KN രാജാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ വായിക്കാം. കേരളം, കർണാടകം, തമിഴ്നാട്, ന്യൂഡൽഹി. ഏതാണ്? അത് ന്യൂഡൽഹി ആണ് കേട്ടോ. ന്യൂഡൽഹി. അപ്പം നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 കേട്ടോ. ജനുവരി 1. ഇതിന്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? ചെയർമാൻ അത്
പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി. നിലവിലെ സിഇഒ ആരാണെന്ന് ചോദിച്ചാൽ സിഇഒ ആരാ? അത് BVR സുബ്രഹ്മണ്യമാണ് കേട്ടോ. വൈസ് ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ? അത് സുമൻ ബെറി ആണ് കേട്ടോ. സുമൻ ബെറി. അപ്പം എന്താണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്ന് ചോദിക്കും. അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ് കേട്ടോ. നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 16ാമത്തെ ക്വസ്റ്റ്യൻ, മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്താണെന്നാണ്. ഓപ്ഷൻ വായിക്കാം. മൈക്ക, ഓപ്ഷൻ ബി പെട്രോളിയം, ഓപ്ഷൻ സി ഗ്രാനൈറ്റ്, ഓപ്ഷൻ ഡി ഡോളമൈറ്റ്. ഏതാണ്? അത് പെട്രോൾ ആണ് കേട്ടോ. പെട്രോളിനെയാണ് നമ്മള് മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. ഒഴുകുന്ന സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ്? ഒഴുകുന്ന സ്വർണം എന്നറിയപ്പെടുന്നത് അത് പെട്രോളിയം ആണ് കേട്ടോ. ഒഴുകുന്ന സ്വർണം എന്നറിയപ്പെടുന്നത് പെട്രോൾ ആണ്. ശിലാതൈലം എന്ന പേരിൽ അറിയപ്പെടുന്നത്, ശിലാതൈലം എന്ന് വിളിക്കപ്പെടുന്നതും പെട്രോളിനെയാണ് കേട്ടോ. ശിലാതൈലം എന്ന് വിളിക്കപ്പെടുന്നതും പെട്രോൾ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ ബി പെട്രോളിയം ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏത്? ഓപ്ഷൻ വായിക്കാം. സെബി, ഓപ്ഷൻ ബി നബാർഡ്, ഓപ്ഷൻ സി IMF, ഓപ്ഷൻ ഡി വേൾഡ് ബാങ്ക്. ഏതാണ്? അത് സെബി ആണ് കേട്ടോ. സെബി സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ എന്നാണ് സെബി? 1988 കേട്ടോ. 1988 സെബി സ്ഥാപിതമാകുന്നത്. 1988 ഇന്ത്യയിൽ റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നത് സെബി ആണ് കേട്ടോ. ഇന്ത്യയിൽ റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നത് എന്താണ്? സെബി ആണ് കേട്ടോ. സെബിയുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ചോദിക്കാം. അത് GS പട്ടേൽ കമ്മിറ്റിയാണ്. അപ്പം സെബിയുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? അത് GS പട്ടേൽ കമ്മിറ്റിയാണ്. അപ്പം സെബി സ്ഥാപിതമാകുന്നത് 1988 ഇന്ത്യയില് റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നത് ഏതാണ്? സെബി ആണ് കേട്ടോ. ഇനി നബാർഡ് എന്നാ രൂപീകൃതമായെന്ന് അറിയാമോ? നബാർഡ് രൂപീകൃതമായത് 1982 ജൂലൈ 12 നബാർഡ് രൂപീകൃതമാകുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? കൃഷിക്കും ഗ്രാമവികസനം എന്നിവയ്ക്ക് വായ്പ നൽകുന്നതിന് വേണ്ടി രൂപം നൽകിയതാണ് കേട്ടോ. കൃഷി, ഗ്രാമവികസനം എന്നിവയ്ക്ക് വേണ്ടി വായ്പ നൽകുന്നതിന് രൂപം നൽകിയതാണ് ഈ നബാർഡ് എന്ന് പറയുന്നത്. ഈ നബാർഡിനെ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏത് കമ്മിറ്റിയാ? ശിവരാമൻ കമ്മിറ്റിയാണ് കേട്ടോ. നബാർഡ് രൂപീകൃതമാകാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയില് ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയില് ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കോളേജ് വിദ്യാഭ്യാസം, ഓപ്ഷൻ ബി മെഡിക്കൽ വിദ്യാഭ്യാസം, ഓപ്ഷൻ സി സ്കൂൾ വിദ്യാഭ്യാസം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏതാ? ഓപ്ഷൻ സി ആണ് കേട്ടോ. സ്കൂൾ വിദ്യാഭ്യാസമാണ്. ഈ സ്റ്റാർസ് പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാല് സ്കൂളുകളിലെ മൂല്യനിർണയ സംവിധാനം മെച്ചപ്പെടുത്തുകയും എല്ലാവർക്കും തുല്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുകയും ചെയ്യുക. ഇതാണ് സ്റ്റാർസ് പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. സ്കൂളുകളിലെ മൂല്യനിർണയ സംവിധാനം മെച്ചപ്പെടുത്തുകയും എല്ലാവർക്കും തുല്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് സ്റ്റാർസ് പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ സമഗ്ര ശിക്ഷാ പദ്ധതിയിലൂടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത് കേട്ടോ. സമഗ്ര ശിക്ഷാ പദ്ധതിയിലൂടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായിട്ടുള്ള പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിന്റെ ലക്ഷ്യം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ബി ലൈഫ് മിഷൻ പദ്ധതി, ഓപ്ഷൻ സി നീതി ആയോഗ്, ഓപ്ഷൻ ഡി അന്ത്യോദയ അന്നയോജന പദ്ധതി. ഏതാ? അത് ലൈഫ് മിഷൻ ആണ് കേട്ടോ. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും
മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നത് ലൈഫ് മിഷന്റെ ലക്ഷ്യമാണ്. ലൈഫ് മിഷന്റെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? അത് മുഖ്യമന്ത്രിയാണ് കേട്ടോ. ലൈഫ് മിഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? ഓപ്ഷൻ വായിക്കാം. ഗോലഖ്നാഥ് കേസ്, ഓപ്ഷൻ ബി മിനർവ മിൽക്ക് കേസ്, ഓപ്ഷൻ സി കേശവാനന്ദ ഭാരതി കേസ്, ഓപ്ഷൻ ഡി ബെറൂബാരി കേസ്. ഏതാ? അത് കേശവാനന്ദ ഭാരതി കേസാണ്. ഓപ്ഷൻ സി. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണെന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ സി കേശവാനന്ദ ഭാരതി കേസാണ് കേട്ടോ. ഇതിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാല് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിലയിരുത്തിയ കേസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കേശവാനന്ദ ഭാരതി കേസാണ് കേട്ടോ. കേശവാനന്ദ ഭാരതി കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിലയിരുത്തിയ കേസ്. എന്നാണ് ഇതിന്റെ വിധി പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാല് അത് 1973 ഏപ്രിൽ 24-നാണ് കേട്ടോ. 1973 ഏപ്രിൽ 24-നാണ്. ഇനി ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണ് ഭാഗമല്ല എന്ന് പറഞ്ഞത്? അത് ബെറൂബാരി കേസ് 1960-ലാണ് കേട്ടോ. 1960-ലെ ബെറൂബാരി കേസാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. അശോക് മേത്ത കമ്മിറ്റി, ഓപ്ഷൻ ബി PK തുങ്കൻ കമ്മിറ്റി, ഓപ്ഷൻ സി ബൽവന്ത് റായ് കമ്മിറ്റി, ഓപ്ഷൻ ഡി മോത്തിലാൽ നെഹ്റു കമ്മിറ്റി. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി PK തുങ്കൻ കമ്മിറ്റി. PK തുങ്കൻ കമ്മിറ്റിയാണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാല് ഓപ്ഷൻ ബി PK തുങ്കൻ കമ്മിറ്റിയാണ് കേട്ടോ. ഇനി ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റി ഏതാണ്? ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാല് അത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് കേട്ടോ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഏത് കമ്മിറ്റിയാണ്? കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ അത് അശോക് മേത്ത കമ്മിറ്റിയാണ്. അശോക് മേത്ത കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക? ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക? ഓപ്ഷൻ എ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഓപ്ഷൻ ബി പാർലമെന്റ്, ഓപ്ഷൻ സി അതിർത്തി നിർണയ കമ്മീഷൻ, ഓപ്ഷൻ ഡി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഏതാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? അത് ഓപ്ഷൻ സി അതിർത്തി നിർണയ കമ്മീഷൻ ആണ് കേട്ടോ. ഓപ്ഷൻ സി അതിർത്തി നിർണയ കമ്മീഷൻ ആണ്. അതിർത്തി നിർണയ കമ്മീഷൻ, ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന കേട്ടോ. ഇന്ത്യയിലെ നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന ഒരു സ്വതന്ത്ര സമിതിയാണ് അതിർത്തി നിർണയ കമ്മീഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യയിലെ നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന സ്വതന്ത്ര സമിതി ഏതാണെന്ന് ചോദിച്ചാൽ അത് അതിർത്തി നിർണയ കമ്മീഷൻ ആണ് കേട്ടോ. ഈ അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നത് അത് രാഷ്ട്രപതിയാണ് കേട്ടോ. അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അതിർത്തി നിർണയ കമ്മീഷൻ രൂപം കൊണ്ടത് എന്നാണെന്ന് ചോദിച്ചാല് അത് 1952-ലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അതിർത്തി നിർണയ കമ്മീഷൻ രൂപം കൊണ്ടത് എന്നാണെന്ന് ചോദിച്ചാല് അത് 1952-ലാണ് കേട്ടോ. അപ്പം ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന ഒരു സ്വതന്ത്ര സമിതിയാണ് അതിർത്തി നിർണയ കമ്മീഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 23-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ രാഷ്ട്രപതി, ബി പ്രധാനമന്ത്രി, ഓപ്ഷൻ സി മുഖ്യമന്ത്രി, ഓപ്ഷൻ ഡി ഗവർണർ. ഏതാ? അത് ഓപ്ഷൻ ഡി ഗവർണർ ആണ് കേട്ടോ. ഗവർണർ. ഭരണഘടനയിൽ ഗവർണർ പദവിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാ? അറിയാവോ? ഭരണഘടനയിൽ ഗവർണർ പദവിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് അത് അനുച്ഛേദം 153 കേട്ടോ. ഭരണഘടനയിൽ ഗവർണർ പദവിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് 153 കേട്ടോ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ബീഹാർ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്. ഓപ്ഷൻ ബി കർണാടക, ബീഹാർ, പശ്ചിമ ബംഗാൾ. ഓപ്ഷൻ സി മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കർണാടക. ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ. എവിടെയാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ നിലവിലുള്ളത്? അത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ. ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ. അപ്പം നിലവിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 6 എണ്ണമാണ്. നിലവില് ദ്വിമണ്ഡല സഭകളുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം ഏതാണെന്ന് ചോദിച്ചാൽ അത് 6 ആണ് കേട്ടോ. ഏതൊക്കെ സംസ്ഥാനമാണെന്ന് ചോദിച്ചാല് ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ്. എവിടെയാണ്? ആന്ധ്രാപ്രദേശ് ഉണ്ട്, തെലങ്കാന, കർണാടക, മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ് കേട്ടോ. അപ്പം നിലവില് ദ്വിമണ്ഡല സഭകളുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 6 ആണ്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അഥവാ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏതു കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? അത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. മെഷീനറി ഓഫ് റെപ്രസെന്റേഷൻ ആണ്. മെഷീനറി ഓഫ് റെപ്രസെന്റേഷൻ. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അഥവാ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ വിവരിച്ചതെന്ന് ചോദിച്ചാല് ഓപ്ഷൻ ബി മെഷീനറി ഓഫ് റെപ്രസെന്റേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ച തീയതി എന്നാണെന്ന്? നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ച തീയതി എന്നാണ്? അത് ഓപ്ഷൻ ഡി 2023 സെപ്റ്റംബർ 28-നാണ് കേട്ടോ. 2023 സെപ്റ്റംബർ 28-നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിലാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ഏതാ? അത് ഓപ്ഷൻ ബി CISF-നാണ് കേട്ടോ. CISF-നാണ്. അപ്പം പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി എന്നാണ്? അത് 2023 മെയ് 28-നാണ് കേട്ടോ. 2023 മെയ് 28-നാണ് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. ആരാണ് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്? അത് നരേന്ദ്രമോദിയാണ് കേട്ടോ. നരേന്ദ്രമോദി. ഇനി പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാല് ആരാ പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത വ്യക്തി? അത് ബിമൽ ഹസ്മുഖ് പട്ടേൽ ആണ്. ആരാണ്? ബിമൽ ഹസ്മുഖ് പട്ടേൽ ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വയം തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാ? ഓപ്ഷൻ ശരണ്യ പദ്ധതി, ഓപ്ഷൻ ബി സ്വാന്തനം, ഓപ്ഷൻ സി നവജീവൻ, ഓപ്ഷൻ ഡി ആശ്വാസനിധി. ഏതാണ്? കേരളത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി? അത് ഓപ്ഷൻ സി നവജീവൻ ആണ് കേട്ടോ. നവജീവൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? ഓപ്ഷൻ പറയാം. 22 രൂപ, ഓപ്ഷൻ ബി 24 രൂപ, ഓപ്ഷൻ സി 21 രൂപ, ഓപ്ഷൻ ഡി 23 രൂപ. ഏതാ? അത് ഓപ്ഷൻ എ 22 രൂപയാണ് കേട്ടോ. 22 രൂപ. ഇനി
മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഇപ്പോഴത്തെ വേതനം എത്രയാണെന്ന് അറിയാവോ? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം അത് 369 രൂപയാണ് കേട്ടോ. 369 രൂപയാണ്. ഏറ്റവും കൂടുതൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ വരുമാനം? അത് ഹരിയാനയാണ് കേട്ടോ. ഹരിയാന 400 രൂപയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒന്നുകൂടെ പറയാം, താഴെ കൊടുത്തിട്ടുള്ള ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. എന്നാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകൃതമായത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അത് 1909 കേട്ടോ. 1909 ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആസ്ഥാനം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇരവിപേരൂർ പത്തനംതിട്ടയാണ് കേട്ടോ. ഇരവിപേരൂർ പത്തനംതിട്ടയാണ്. ഈ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? സമത്വ സമാജം അത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ 1836 1836 കേട്ടോ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് അത് 1917 വാഗ്ബടാനന്ദനാണ്. 1917 വാഗ്ബടാനന്ദനാണ് കേട്ടോ. അരേ സമാജം സ്ഥാപിച്ചത് ആരാണ്? അരേ സമാജം പണ്ഡിറ്റ് KP കറുപ്പനാണ്. വർഷം എന്നാണ്? 1907 കേട്ടോ. 1907 അരേ സമാജം സ്ഥാപിക്കുന്നത്. അത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. 1913 കായൽ സമ്മേളനം ആരുടെ നേതൃത്വത്തിൽ നടന്നതാണ്? 1913 കായൽ സമ്മേളനം അത് പണ്ഡിറ്റ് KP കറുപ്പന്റെ നേതൃത്വത്തിൽ നടന്നതാണ് കേട്ടോ. അപ്പൊ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്നത് കുമാര ഗുരുദേവന്റെയാണ് കേട്ടോ. അദ്ദേഹത്തെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് പൊയ്കേൽ യോഹന്നാൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. പൊയ്കേൽ യോഹന്നാൻ, പിന്നെ പൊയ്കേൽ അപ്പച്ചൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? കുമാര ഗുരുദേവനാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? അത് ഓപ്ഷൻ ബി ചേറ്റൂർ ശങ്കരൻ നായരാണ് കേട്ടോ. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഓപ്ഷൻ ബി ചേറ്റൂർ ശങ്കരൻ നായരാണ് കേട്ടോ. ഇനി 1897 നടന്ന INC സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അതും ചേറ്റൂർ ശങ്കരൻ നായരാണ് കേട്ടോ. 1897 അമരാവതി INC സമ്മേളനത്തിന്റെ അധ്യക്ഷനായ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് ചേറ്റൂർ ശങ്കരൻ നായരാണ് കേട്ടോ. അദ്ദേഹമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതും ചേറ്റൂർ ശങ്കരൻ നായരാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പ്രധാന ഒരു കൃതിയാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക. അത് ഓപ്ഷൻ സി തണ്ണീർത്തടവും മനുഷ്യക്ഷേമവുമാണ്. ഓപ്ഷൻ സി തണ്ണീർത്തടവും മനുഷ്യക്ഷേമവുമാണ് കേട്ടോ. 2024 എന്താണ് 2025 പ്രമേയം? എന്താണ് 2025 അത് നമ്മുടെ പൊതുഭാവിക്കായിട്ട് തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാം. 2025 പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പൊതുഭാവിക്കായിട്ട് തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാം എന്നാണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? അത് ഫെബ്രുവരി 2 കേട്ടോ. ഫെബ്രുവരി 2. ഭൂമിയുടെ വൃക്കകൾ എന്നാണ് അറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണ്. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? തണ്ണീർത്തടങ്ങളാണ് കേട്ടോ. അപ്പൊ 2025 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ പൊതുഭാവിക്കായിട്ട് തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാം.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണെന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ എ അനുച്ഛേദ 243H ആണ് കേട്ടോ. 243H. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. ആർദ്രം, ഓപ്ഷൻ ബി ആരോഗ്യ കിരണം, ഓപ്ഷൻ സി സമഗ്ര, ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. ഏതാണ്? അത് ഓപ്ഷൻ ബി ആരോഗ്യ കിരണമാണ് കേട്ടോ. അപ്പം 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം എന്ന് പറയുന്നത് കേട്ടോ. ആരോഗ്യ കിരണം. ഇനി ആർദ്രം പദ്ധതി എന്താണ്? ആർദ്രം അത് ആശുപത്രികളെ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് ആർദ്രം പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. മൃതസഞ്ജീവനി എന്താണ്? മൃതസഞ്ജീവനി അത് അവയവദാന പദ്ധതിയാണ്. കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് കേട്ടോ? പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ്? ഓപ്ഷൻ വായിക്കാം. കോഴിക്കോട്, വയനാട്, ഓപ്ഷൻ ബി വയനാട്, പാലക്കാട്, ഓപ്ഷൻ സി ഇടുക്കി, പത്തനംതിട്ട, ഓപ്ഷൻ ഡി കൊല്ലം, പത്തനംതിട്ട. എവിടെയാണ്? അത് ഓപ്ഷൻ സി ഇടുക്കി, പത്തനംതിട്ടയാണ് കേട്ടോ. പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഇടുക്കി, പത്തനംതിട്ട. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി ചോദിക്കാം, പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം എന്നാണെന്ന് ചോദിക്കാം. പെരിയാറിനെ ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ച വർഷം എന്നാണ്? അത് 1978 കേട്ടോ. പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അത് 1978 ആണ് കേട്ടോ. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് അത് പീരുമേട് താലൂക്കാണ് കേട്ടോ. പീരുമേട് താലൂക്ക്. കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ 10ാമത്തെയും കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ 10ാമത്തെയും കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? അത് പെരിയാറാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏത്? അപ്പം രോഗം പറയാം. നിശാന്തത. കാരണം വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റെഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു. ഇത് ശരിയാണോ? ഇത് ശരിയാണ് കേട്ടോ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1 മാത്രമാണ് ശരി കേട്ടോ. 1 മാത്രം. നിശാന്തത വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റെഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു. അതാണ് നിശാന്തത എന്ന് പറയുന്നത്. ഇനി എന്താണ് സീറോഫ്താൽമി എന്ന് നോക്കാം. ജീവകം എയുടെ അഭാവം മൂലം കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അധാരിയുമായി തീരുന്ന അവസ്ഥയാണ് ഏതാണ്? സീറോഫ്താൽമി എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? ജീവകം എയുടെ അഭാവം മൂലം കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അധാരിയുമായി തീരുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് സീറോഫ്താൽമിയാണ്. ഇനി ഗ്ലോക്കോമ എന്താണ്? അത് നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായിട്ട് വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ മഗ്നീഷ്യം, ഓപ്ഷൻ ബി കാൽസ്യം, ഓപ്ഷൻ സി ഫോസ്ഫറസ്, ഓപ്ഷൻ ഡി ഇരുമ്പ്. ഏതാ? ഓപ്ഷൻ ഡി ഇരുമ്പാണ് കേട്ടോ. ഓപ്ഷൻ ഡി ഇരുമ്പാണ്. ഓക്സിജനെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന രക്തത്തിലെ ഘടകം ഏതാണ്? ഓക്സിജനെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹീമോഗ്ലോബിൻ ആണ് കേട്ടോ. ഹീമോഗ്ലോബിന്. രക്തത്തിലെ ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? രക്തത്തിലെ ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അത് അനീമിയാണ് കേട്ടോ. അനീമിയ. അപ്പൊ മനുഷ്യ രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണപ്പെടുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇരുമ്പാണ്.
രക്തത്തിൽ ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അത് അനീമിയ ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? എലിപ്പനിക്ക് കാരണമായിട്ടുള്ള സൂക്ഷ്മജീവി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. ലെപ്റ്റോസ്പൈറ, ഓപ്ഷൻ ബി കൊറീനി ബാക്ടീരിയ, ഓപ്ഷൻ സി എർസീനിയ പെസ്റ്റിസ്, ഓപ്ഷൻ ഡി ട്രെപ്പോണിമ പലീഡം. ഏതാണ്? അത് ഓപ്ഷൻ എ ലെപ്റ്റോസ്പൈറയാണ് കേട്ടോ, ലെപ്റ്റോസ്പൈറ. ഇനി പ്ലേഗിന് കാരണമായിട്ടുള്ള ഒരു സൂക്ഷ്മജീവിയാണ് എർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്നത് കേട്ടോ. പ്ലേഗിന് കാരണമായിട്ടുള്ള സൂക്ഷ്മജീവിയാണ് എർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്നത്. സിഫിലിസിന് കാരണമായിട്ടുള്ള സൂക്ഷ്മജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് ട്രെപ്പോണിമ പലീഡമാണ് കേട്ടോ. സിഫിലിസിന് കാരണമായിട്ടുള്ള സൂക്ഷ്മജീവിയാണ് ട്രെപ്പോണിമ പലീഡം എന്ന് പറയുന്നത്. ഇനി ഡിഫ്തീരിയയ്ക്ക് കാരണമായിട്ടുള്ള സൂക്ഷ്മജീവിയാണ് കൊറൈൻ ബാക്ടീരിയ. ഏതാണ്? കൊറൈൻ ബാക്ടീരിയ. ഡിഫ്തീരിയയ്ക്ക് കാരണമായിട്ടുള്ള സൂക്ഷ്മജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊറൈൻ ബാക്ടീരിയ ആണ്. അപ്പം എലിപ്പനിക്ക് കാരണമായിട്ടുള്ള സൂക്ഷ്മജീവി ഏതാണ്? അത് ലെപ്റ്റോസ്പൈറയാണ് കേട്ടോ. ഓപ്ഷൻ എ ലെപ്റ്റോസ്പൈറയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ ദിനം 2024 പ്രമേയം ഏതാണ്? ലോകാരോഗ്യ ദിനം 2024 പ്രമേയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എല്ലാവർക്കും ആരോഗ്യം, ഓപ്ഷൻ ബി എന്റെ ആരോഗ്യം എന്റെ അവകാശം, ഓപ്ഷൻ സി സാമൂഹിക ആരോഗ്യമാണ് എന്റെ ആരോഗ്യം, ഓപ്ഷൻ ഡി വ്യക്തി ശുചിത്വം പ്രധാനം. ഏതാ? അത് ഓപ്ഷൻ ബി എന്റെ ആരോഗ്യം എന്റെ അവകാശമാണ് കേട്ടോ. 2024 പ്രമേയം എന്ന് പറയുന്നത് എന്റെ ആരോഗ്യം എന്റെ അവകാശമാണ്. ഇനി 2025 പ്രമേയം എന്താണെന്ന് ചോദിച്ചാല് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷയുള്ള ഭാവിക്കായി. ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷയുള്ള ഭാവികൾ. ഇതാണ് 2025 പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ 2025 എന്താണ്? ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷയുള്ള ഭാവികൾ എന്നാണ് 2025 പ്രമേയം. എന്നാണ് നമ്മൾ ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്? ലോകാരോഗ്യ ദിനം അത് ഏപ്രിൽ 7 ആണ് കേട്ടോ. ഏപ്രിൽ 7. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. എംഫിസിമ, ഓപ്ഷൻ ബി ഫാറ്റി ലിവർ, ഓപ്ഷൻ സി ഹീമോഫീലിയ, ഓപ്ഷൻ ഡി സിക്കിൾ സെൽ അനീമിയ. ഏതാണ് ജീവിതശൈലി രോഗമായിട്ട്? അത് ഓപ്ഷൻ എ എംഫിസിമയും ഫാറ്റി ലിവറും കേട്ടോ. ഈ എംഫിസിമ രോഗത്തിന്റെ പ്രധാന കാരണം എന്താണ്? എംഫിസിമ രോഗത്തിന്റെ പ്രധാന കാരണം അത് പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് കേട്ടോ, എംഫിസിമ. കരളിൽ വെച്ച് കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ ഇടയാക്കുന്ന രോഗമാണ് ഏതാണ്? ഫാറ്റി ലിവർ. ഏതാണ്? ഫാറ്റി ലിവർ. കരളിൽ വെച്ച് കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ ഇടയാക്കുന്ന രോഗമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇനി എന്താണ് സിക്കിൾ സെൽ അനീമിയ? അത് ഓക്സിജന്റെ കുറവ് മൂലം RBC അരിവാൾ പോലെ ചുരുങ്ങുന്ന ഒരു ജനിതക രോഗമാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് കേട്ടോ. ഓക്സിജന്റെ കുറവ് മൂലം RBC അരിവാൾ പോലെ ചുരുങ്ങുന്ന ഒരു ജനിതക രോഗമാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഇനി രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകൾ ഇല്ലാത്തതിനാൽ സാധാരണ രീതിയിൽ രക്തം കട്ടപിടിക്കാത്ത ഒരു ജനിതക രോഗമാണ് ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കാതെ ഇരിക്കുന്ന ഒരു രോഗമാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എംഫിസിമയും വരുന്നുണ്ട്, ഫാറ്റി ലിവറും വരുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണെന്നാണ് ചോദ്യം. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? അത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി BS6 ആണ്. BS6ന്റെ പൂർണ്ണ രൂപമാണ് ഭാരത് സ്റ്റേജ് 6 എന്ന് പറയുന്നത്. ഭാരത് സ്റ്റേജ് 6. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി ഡാഷ്. ഓപ്ഷൻ വായിക്കാം. കൂടുന്നു, ഓപ്ഷൻ ബി കുറയുന്നു, ഓപ്ഷൻ സി വ്യത്യാസപ്പെടുന്നില്ല, ഓപ്ഷൻ ഡി ആദ്യം കൂടുകയും പിന്നീട് കുറയുകയും ചെയ്യുന്നു. ഏതാ?
അത് ഓപ്ഷൻ ബി കുറയുന്നു കേട്ടോ. താപനില കൂടുമ്പോൾ എന്താണ് ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി എന്താണ്? അത് കുറയുന്നു കേട്ടോ. ഓപ്ഷൻ ബി ആണ്. ഇനി വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളെ അറിയപ്പെടുന്നതാണ് വിസ്കസ് ദ്രാവകങ്ങൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. വിസ്കോസിറ്റി കൂടിയ ദ്രാവകത്തെ അറിയപ്പെടുന്നത് വിസ്കസ് ദ്രാവകമെന്നും വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകത്തെ അറിയപ്പെടുന്നു മൊബൈൽ ദ്രാവകമെന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകത്തെ മൊബൈൽ ദ്രാവകമെന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഏതാ? തേൻ വരുന്നുണ്ട്, പിന്നെ എന്താണ് ഗ്ലിസറിൻ വരുന്നുണ്ട്, പിന്നെ ഇതൊക്കെ വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളാണ് കേട്ടോ. ഇനി വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് ചോദിച്ചാല് അത് പോയിസൽ ആണ് കേട്ടോ. പോയിസൽ. വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പോയിസൽ ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏതാണ്? ഇവിടെ വർക്കിന്റെ ശരിയായ സമവാക്യം ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. W = P × T ആണ് കേട്ടോ. W = P × T ആണ് വരുന്നത്. എന്താണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാ? പ്രവൃത്തിയുടെ യൂണിറ്റ് അത് ജൂൾ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ ആണ് കേട്ടോ. ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടി അവതരിപ്പിച്ചത് ഏത് രാജ്യമാണെന്ന്? ഡിജിഡോഗ്. അത് ഓപ്ഷൻ വായിക്കാം. അമേരിക്ക, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി റഷ്യ. ഏതാണ് ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടി അവതരിപ്പിച്ചത്? അത് അമേരിക്കയാണ് കേട്ടോ. ഓപ്ഷൻ എ അമേരിക്കയാണ്. ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ എ അമേരിക്കയാണ് കേട്ടോ. അമേരിക്ക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരുമിച്ച് താഴേക്കിടുന്നു. ഏതു കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക? വായുവിന്റെ പ്രതിരോധം അവഗണിക്കുക കേട്ടോ. അപ്പം 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരുമിച്ച് താഴേക്കിടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം എത്തുക? ഓപ്ഷൻ സി ആണ് കേട്ടോ. രണ്ടും ഒരുമിച്ച് വരുന്നുണ്ട്. രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് വ്യത്യസ്ത മാസുള്ള രണ്ട് കല്ലുകൾ ഒരുമിച്ച് താഴേക്ക് എത്തുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല് ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ഭൂഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണമാണ് കേട്ടോ. അത് എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കും. എന്താണ്? ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം ഒരുപോലെ ആയിരിക്കും കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ വായിക്കാം. കൽപ്പന ചൗള, ഓപ്ഷൻ ഡി ഋതു കരുതാൾ, ഓപ്ഷൻ സി റിമ ഘോഷ്, ഓപ്ഷൻ ഡി നിക്കോർവാൾ. ആരാ? അത് ഓപ്ഷൻ ബി ഋതു കരുതാലാണ് കേട്ടോ. ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്ന ആരാണ്? ഋതു കരുതാലാണ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ കെ ശിവൻ ആണ്. കെ ശിവൻ. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ അത് APJ അബ്ദുൽ കലാം വരുന്നത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം ആണ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കെ ശിവൻ ആണ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ അത് ടെസ്സി തോമസ് ആണ് കേട്ടോ. അപ്പം ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ഋതു കരുതാള്. ചന്ദ്രയാൻ 2ന്റെ മിഷൻ ഡയറക്ടർ ആണ് കേട്ടോ. ചന്ദ്രയാൻ 2 മിഷന്റെ മിഷൻ ഡയറക്ടർ ആണെന്ന് ചോദിച്ചാൽ അത് ഋതു കരുതാലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ഇരുമ്പ്, ഓപ്ഷൻ ബി സിങ്ക്, ഓപ്ഷൻ സി അലൂമിനിയം, ഓപ്ഷൻ ഡി ചെമ്പ്. ഏതാ ആനോഡൈസിംഗ്? അത് ഓപ്ഷൻ സി അലൂമിനിയം ആണ് കേട്ടോ. ഓപ്ഷൻ സി അലൂമിനിയം ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിനാണ് കാൽസ്യം ഹൈഡ്രോക്സി അപ്പറേറ്റ് നാശത്തിന് വിധേയമാകുന്നത്? താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി അപ്പറേറ്റ് നാശത്തിന് വിധേയമാകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ.
അത് ഓപ്ഷൻ എ ആണ് കേട്ടോ. pH മൂല്യം 5.5 കുറവാണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇനി എന്താണ് ഈ ഹൈഡ്രോക്സി അപ്പറേറ്റ് എന്ന് വെച്ചാൽ മനുഷ്യന്റെ അസ്ഥികളിൽ കാണപ്പെടുന്ന കാൽസ്യം അപ്പറ്റേറ്റിന്റെ ഒരു ധാതു രൂപമാണ് കേട്ടോ. ഈ ഹൈഡ്രോക്സി അപ്പറ്റേറ്റ് പ്രധാനമായിട്ട് കാണപ്പെടുന്നത് എല്ലുകളിലും പല്ലുകളിലുമാണ് കേട്ടോ. ഹൈഡ്രോക്സി അപ്പറ്റേറ്റ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് എല്ലുകളിലും പല്ലുകളിലുമാണ് കേട്ടോ. മനുഷ്യ അസ്ഥിയിൽ കാണപ്പെടുന്ന കാൽസ്യം അപ്പറ്റേറ്റിന്റെ ഒരു ധാതു രൂപമാണ് ഈ ഹൈഡ്രോക്സി അപ്പറ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആവർത്തന പട്ടികയിൽ ഇടത്തു നിന്നും വലത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഇവിടെ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന പ്രസ്താവന അത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അപ്പൊ നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വായിക്കാം. മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നത് എന്താണ്? ആവർത്തന പട്ടികയിൽ ഇടതു നിന്ന് വലത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണത്തിൽ എന്താണ്? മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നുണ്ട് കേട്ടോ. വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നുണ്ട്. വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നുണ്ട്. മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല സ്വഭാവം കൂടുന്നുണ്ട് കേട്ടോ. ഓപ്ഷൻ സി തെറ്റാണ്. ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് മെൻഡലീവ് ആണ് കേട്ടോ. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണ് മോസ്ലി എന്നറിയപ്പെടുന്നത്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലിയും ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ദിമിത്രി മെൻഡലീവുമാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഓക്സിജന്റെ രൂപാന്തരങ്ങൾ ഏവ? ഓപ്ഷൻ എ O2 O3, ഓപ്ഷൻ ബി O3 O4, ഓപ്ഷൻ സി O2 and O4, ഓപ്ഷൻ ഡി O2 O3 O4. ഏതാ? അത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓക്സിജന്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് O2 ഉണ്ട്, O3 ഉണ്ട്, O4 ഉണ്ട് കേട്ടോ. അപ്പം ഒരു ഓക്സിജൻ തന്മാത്ര രൂപപ്പെടുന്നതിന് രാസപരമായി ബന്ധിപ്പിച്ചിട്ടുള്ള 2 ഓക്സിജൻ ആറ്റങ്ങളാണ് O2 എന്ന് പറയുന്നത്. ഒരു ഓക്സിജൻ തന്മാത്ര രൂപപ്പെടുത്തുന്നതിന് രാസപരമായി ബന്ധിപ്പിച്ചിരിക്കുന്ന 2 ഓക്സിജൻ ആറ്റങ്ങളാണ് O2 എന്ന് പറയുന്നത്. 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന ത്രയോറ്റോമിക തന്മാത്ര ഏതാണ്? അത് ഓസോൺ ആണ് കേട്ടോ. ഓസോൺ. 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന ത്രയോറ്റോമിക തന്മാത്ര ഏതാണെന്ന് ചോദിച്ചാൽ O3 അഥവാ ഓസോൺ ആണ്. ഓസോൺ ഓക്സിജന്റെ പ്രധാന അലോട്രോപ്പ് ആണ് ഏത്? ഓസോൺ എന്ന് പറയുന്നത് കേട്ടോ. ഓക്സിജന്റെ പ്രധാന അലോട്രോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓസോൺ ആണ് കേട്ടോ. 4 ഓക്സിജൻ ആറ്റങ്ങൾ അടങ്ങിയ ഓക്സിജൻ അലോട്രോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഓക്സോസോൺ ആണ്. അത് ഓക്സോസോൺ ആണ് കേട്ടോ. 4 ഓക്സിജൻ ആറ്റങ്ങൾ അടങ്ങിയ ഓക്സിജന്റെ അലോട്രോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓക്സോസോൺ അഥവാ O4 ആണ് കേട്ടോ. അപ്പൊ ഓക്സിജന്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി O2 O3 O4 ഇത് 3 വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ദ്രാവക അവസ്ഥയിലുള്ള അലോഹം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ? അത് ഓപ്ഷൻ സി ബ്രോമിൻ ആണ് കേട്ടോ. ബ്രോമിൻ ദ്രാവക അവസ്ഥയിലുള്ള ഒരു അലോഹമാണ് ബ്രോമിൻ എന്ന് പറയുന്നത്. ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ലോഹം ഏതാണ്? ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം അത് മെർക്കുറി ആണ് കേട്ടോ. ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് മെർക്കുറി ആണ് കേട്ടോ. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണെന്ന് ചോദിച്ചാലും അത് ഏതാണ്? മെർക്കുറി ആണ് കേട്ടോ. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് മെർക്കുറി ആണ്. ഇനി മെർക്കുറിയുടെ ദ്രവണാങ്കം എത്രയാണെന്ന് ചോദിച്ചാൽ -39°C ആണ് കേട്ടോ. -39°C ആണ് മെർക്കുറിയുടെ ദ്രവണാങ്കം എന്ന് പറയുന്നത്. അപ്പം ദ്രാവക അവസ്ഥയിലുള്ള അലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രോമിൻ ആണ്. ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് മെർക്കുറിയും. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് മെർക്കുറി ആണ് കേട്ടോ. മെർക്കുറിയുടെ ദ്രവണാങ്കം എന്ന് പറയുന്നത് -39°C ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏത്? ഓപ്ഷൻ വായിക്കാം. കൊടിയേറ്റം, ഓപ്ഷൻ ബി കാഞ്ചനസീത, ഓപ്ഷൻ സി തമ്പ്, ഓപ്ഷൻ ഡി സ്വയംവരം. ഏതാണ് ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏതാണെന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ ഡി കൊടിയേറ്റമാണ് കേട്ടോ. കൊടിയേറ്റം.
ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രമാണ് കൊടിയേറ്റം എന്ന് പറയുന്നത്. ഈ കൊടിയേറ്റത്തിൽ ശങ്കരൻകുട്ടി എന്ന കഥാപാത്രമായിട്ട് വേഷമിട്ടത് ആരാണെന്ന് ചോദിക്കാം. അത് ഭരത് ഗോപിയാണ് കേട്ടോ. കൊടിയേറ്റത്തിൽ ഈ ശങ്കരൻകുട്ടി എന്ന കഥാപാത്രമായി വേഷമിട്ട ചലച്ചിത്ര താരമാരാണെന്ന് ചോദിച്ചാൽ അത് ഭരത് ഗോപിയാണ് കേട്ടോ. ഇനി 1977 മികച്ച നടനുള്ള ദേശീയ അവാർഡ് ഭരത് ഗോപിക്ക് നേടിക്കൊടുത്ത ചലച്ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊടിയേറ്റമാണ്. 1977 മികച്ച നടനുള്ള ദേശീയ അവാർഡ് ഭരത് ഗോപിക്ക് നേടിക്കൊടുത്ത ചലച്ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊടിയേറ്റമാണ് കേട്ടോ. കൊടിയേറ്റം. ഈ കാഞ്ചനസീത എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? കാഞ്ചനസീത സംവിധാനം ചെയ്തത് കാഞ്ചനസീത അത് ജി അരവിന്ദന്റെ ആണ്. ജി അരവിന്ദന്റെ സിനിമയാണ് കേട്ടോ കാഞ്ചനസീത എന്ന് പറയുന്നത്. ഈ ജി അരവിന്ദനെ ദേശീയ അവാർഡിന് അർഹയാക്കിയിട്ടുള്ള സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് തമ്പാണ് കേട്ടോ. 1978 മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡിന് ജി അരവിന്ദനെ അർഹനാക്കിയ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് തമ്പാണ് കേട്ടോ. തമ്പ്. ഇനി അടുത്ത ക്വസ്റ്റ്യന്, ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? ഭാരത പര്യടനം ഏതാ? അത് ഓപ്ഷൻ ഡി സാഹിത്യ വിമർശനമാണ് കേട്ടോ. ഭാരത പര്യടനം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി സാഹിത്യ വിമർശനമാണ് കേട്ടോ. സാഹിത്യ വിമർശനം. ആരാണ് ഭാരത പര്യടനം എന്ന കൃതി രചിച്ചതെന്ന് ചോദിച്ചാല് അത് കുട്ടിക്കൃഷ്ണമാരാരാണ് കേട്ടോ. കുട്ടിക്കൃഷ്ണമാരാർ ഭാരത പര്യടനം എന്ന കൃതി രചിച്ചത് ആരാണെന്ന് ചോദിച്ചാല് അത് കുട്ടിക്കൃഷ്ണമാരാരാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രസിദ്ധമായിട്ടുള്ള മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്ത് വെച്ചിട്ടാണ്? ഏതാ മാരാമൺ കൺവെൻഷൻ? ഓപ്ഷൻ വായിക്കാം. പമ്പ, അച്ചൻകോവിൽ, വാമനപുരം, പെരിയാർ. ഏതാ? അത് പമ്പ നദിയാണ് കേട്ടോ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പ നദിയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ മത സമ്മേളനമാണ് ഈ മാരാമൺ കൺവെൻഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ മത സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാല് അത് മാരാമൺ കൺവെൻഷൻ ആണ് കേട്ടോ. ഇനി പ്രസിദ്ധമായിട്ടുള്ള ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നത് ഏത് നദീ തീരത്താണെന്ന് ചോദിച്ചാൽ ഏതാ? അതും പമ്പ നദിയുടെ തീരത്താണ് കേട്ടോ. അപ്പൊ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം, ഈ ക്രൈസ്തവ മാരാമൺ കൺവെൻഷൻ ഇവയൊക്കെ നടക്കുന്നത് എവിടെയാണ്? പമ്പ നദിയുടെ തീരത്ത് വെച്ചാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏതാ? അത് ഓപ്ഷൻ ഡി ടെന്നീസ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ടെന്നീസ് ആണ്. ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ഓപ്ഷൻ സി ടെന്നീസ് ആണ്. ഓപ്ഷൻ സി ടെന്നീസ് ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക്? 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? അത് ഓപ്ഷൻ ബി പ്രഭാവർമ്മയ്ക്കാണ് കേട്ടോ. പ്രഭാവർമ്മ. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണെന്ന് ചോദിച്ചാല് അത് രൗദ്രസാത്വികമാണ് കേട്ടോ. രൗദ്രസാത്വികം. ലേറ്റസ്റ്റ് ആയിട്ട് 2024 കിട്ടിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് സാധു ഭദ്രേഷ് ദാസ് സ്വാമിയാണ് കേട്ടോ. സാധു ഭദ്രേഷ് ദാസ് സ്വാമിയാണ്. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണെന്ന് ചോദിച്ചാല് സ്വാമി നാരായണ സിദ്ധാനന്ദ സുധ. ഏതാണ്? സ്വാമി നാരായണ സിദ്ധാനന്ദ സുധയാണ്. ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചാൽ സംസ്കൃത ഭാഷയാട്ടോ. സംസ്കൃത ഭാഷയാണ്. അപ്പൊ 2024 സാധു ഭദ്രേഷ് ദാസ് സ്വാമിക്കാണ്. ഏത് കൃതിയാണെന്ന് ചോദിച്ചാല് സ്വാമി നാരായണ സിദ്ധാനന്ദ സുധ. സംസ്കൃത ഭാഷയിലാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏതാണ്? 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏതാ? അത് ഓപ്ഷൻ ബി ഹിമപ്പുലിയാണ് കേട്ടോ. ഓപ്ഷൻ ബി ഹിമപ്പുലിയാണ്. ഇനി വേദി എവിടെയാണെന്ന് ചോദിച്ചാല് 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ആദ്യഘട്ട വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലേ ലഡാക്ക് ആണ് കേട്ടോ. ലേ ലഡാക്കും. രണ്ടാം ഘട്ട വേദി എവിടെയാണെന്ന് ചോദിച്ചാല് ഗുൽമാർഗ് ജമ്മു കാശ്മീരുമാണ് കേട്ടോ. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 വേദി, ആദ്യഘട്ട വേദി ലേ ലഡാക്കും. രണ്ടാം ഘട്ടത്തിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാല് ഗുൽമാർഗ് ജമ്മു കാശ്മീരുമാണ് കേട്ടോ. അതിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഹിമപ്പുലിയാണ്. ഹിമപ്പുലി.
അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക്, മൃതിയേക്കാൾ ഭയാനകം ആരുടെ വരികളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരുടെ വരിയാണ്? അത് കുമാരനാശാന്റെ വരികളാണ് കേട്ടോ. കുമാരനാശാന്റെ വരികളാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, കുമാരനാശാന്റെ വരികളാണ്. ഇനി മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളെ നിങ്ങളെ താൻ, അത് ഏത് കൃതിയിലെയാണെന്ന് പറയാമോ? മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളെ നിങ്ങളെ താൻ, അത് ദുരവസ്ഥയിലെ, അത് ദുരവസ്ഥയിലാണ് കേട്ടോ, ദുരവസ്ഥ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര്. അത് ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി, മാക് OS. ഇനി അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയില് സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ യാഹു, ഓപ്ഷൻ ബി ബിങ്, ഓപ്ഷൻ സി ആസ്ക്, ഓപ്ഷൻ ഡി സഫാരി. ഏതാണ് സെർച്ച് എഞ്ചിൻ അല്ലാത്തത്? അത് ഓപ്ഷൻ ഡി സഫാരി ആണ് കേട്ടോ. സഫാരി അതൊരു സെർച്ച് എഞ്ചിൻ അല്ല. സഫാരി എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസർ ആണ് കേട്ടോ. സഫാരി ഒരു വെബ് ബ്രൗസർ ആണ് കേട്ടോ. ഇനി ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസർ ഏതാണെന്ന് ചോദിച്ചാലും അത് സഫാരി ആണ് കേട്ടോ. ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസർ ഏതാണെന്ന് ചോദിച്ചാൽ അത് സഫാരിയാണ്. സഫാരി വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണ്? അത് ആപ്പിൾ ആണ് കേട്ടോ. സഫാരി വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആപ്പിൾ ആണ്. ഇനി പ്രധാനപ്പെട്ട കുറച്ച് വെബ് ബ്രൗസറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ വരുന്നുണ്ട്, മോസില്ല ഫയർഫോക്സ് വരുന്നുണ്ട്, ഗൂഗിൾ ക്രോം, സഫാരി, എപ്പിക്. ഇതൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകളാണ്. ഏതൊക്കെയാണ്? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, എപ്പിക്, സഫാരി. ഇവയൊക്കെ എന്താണ്? വെബ് ബ്രൗസർ ആണ് കേട്ടോ. അപ്പം സെർച്ച് എഞ്ചിൻ അല്ലാത്തത് സഫാരി ആണ്. സഫാരി എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്രോമിന്റെ പൂർണ്ണ രൂപം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രോമിന്റെ പൂർണ്ണ രൂപം ഏതാ? ക്രോമിന്റെ പൂർണ്ണ രൂപം ഏതാണ്? അത് ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി, പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി ആണ്. പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി ആണ് കേട്ടോ. ക്രോമിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായിട്ട് ഭേദഗതി ചെയ്തത് ഏതു വർഷമാണെന്നാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായിട്ട് ഭേദഗതി ചെയ്ത വർഷം ഏതാണെന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ ഡി 2008 ആണ് കേട്ടോ. 2008 ആണ്. 2008 കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. കൂടിയ ബാൻഡ്വിഡ്ത്ത്, ഓപ്ഷൻ ബി കൂടിയ ചിലവ്, ഓപ്ഷൻ സി കൂടിയ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ്, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഏതാണ് ശരിയല്ലാത്തത് ചോദിച്ചാല് ഓപ്ഷൻ സി കൂടിയ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആയിട്ടുള്ള കൂടിയ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് ആണ്. അപ്പം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ കൂടിയ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ്. ബാക്കി രണ്ടെണ്ണം ശരിയാണ് കേട്ടോ. ഓപ്ഷൻ എ കൂടിയ ബാൻഡ്വിഡ്ത്ത്, കൂടിയ ചെലവ്. ഇത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ പ്രത്യേകതയാണ് കേട്ടോ. കൂടിയ ബാൻഡ്വിഡ്ത്ത്, കൂടിയ ചെലവ്. കമ്പ്യൂട്ടർ ശൃംഖലയ്ക്ക് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കാര്യക്ഷമത കൂടിയ മാധ്യമം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ് കേട്ടോ. കമ്പ്യൂട്ടർ ശൃംഖലയ്ക്ക് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കാര്യക്ഷമത കൂടിയ മാധ്യമം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്? ഏതാണ്? അത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി, ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം. അത് ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അപ്പം വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം. അപ്പം വിദേശ സർക്കാരിൽ നിന്നും രഹസ്യമായി ലഭിച്ച വിവരങ്ങളും
പിന്നീട് എന്താണ്? വാണിജ്യ രഹസ്യവും വ്യാപാര രഹസ്യവും ഭൗതിക സ്വത്തുക്കളും ഉൾപ്പെടെയുള്ള വിവരത്തിന്റെ വെളിപ്പെടുത്തലും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണുള്ളത്? പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണുള്ളതെന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ ബി 46 ആണ് കേട്ടോ. ഓപ്ഷൻ ബി 46. എന്നാ പോക്സോ നിയമം നിലവിൽ വന്നത്? പോക്സോ ആക്ട് എന്താണ്? 2012 നവംബർ 14 നവംബർ 14, 2012 നവംബർ 14 കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? അത് ഓപ്ഷൻ സി ആണ് കേട്ടോ. 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയെയാണ് കേട്ടോ. ഓപ്ഷൻ സി, 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും കുട്ടിയായിട്ട് നിർവചിക്കുന്നുണ്ട് 2B പ്രകാരം. ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാല് അത് എത്രയാണ്? 37 ആണ് കേട്ടോ. ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാല് അത് 37 ആണ്. ഈ പോക്സോ ആക്ട് പ്രകാരം കുട്ടിയായിട്ട് പരിഗണിക്കുന്നത് എത്ര വയസ്സിന് താഴെയുള്ള? അതും 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയെ നമുക്ക് കുട്ടിയായിട്ട് പരിഗണിക്കാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, SC/ST വിഭാഗത്തിനെതിരായിട്ടുള്ള അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണെന്ന്? SC/ST വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ്? അത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി 1989 ആണ്. 1989 ആണ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ, 1989. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിന്റെ അവകാശം അല്ലാത്തത്? ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിന്റെ അവകാശം അല്ലാത്തത്? ഏതാണ്? അത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി, ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശമാണ്. ഓപ്ഷൻ സി, ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം. ഇനി എന്തിനു പകരമായിട്ടാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പകരമായിട്ട് നിലവിൽ വന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കേട്ടോ. എന്താണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പകരമായി നിലവിൽ വന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാല് അത് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കേട്ടോ. ഇത് നിലവിൽ വന്ന തീയതി എന്നാണ്? നിലവിൽ വന്ന തീയതി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്ന തീയതി എന്നാണെന്ന് ചോദിച്ചാല് അത് 2020 ജൂലൈ 20-നാണ് കേട്ടോ. 2020 ജൂലൈ 20-നാണ് കേട്ടോ. അപ്പൊ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താവിന്റെ അവകാശം അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാല് അത് ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശമാണ് കേട്ടോ. ബാക്കിയുള്ള ഓപ്ഷൻ ഏതൊക്കെയാണ്? കേൾക്കാനുള്ള അവകാശമുണ്ട്, പിന്നെ ഏതാണ്? ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശമുണ്ട്, തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ഇതെല്ലാം ഉപഭോക്താവിന്റെ അവകാശങ്ങളാണ് കേട്ടോ. കേൾക്കാനുള്ള അവകാശമുണ്ട്, പിന്നെന്താണ്? ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശമുണ്ട്, തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? അത് ഓപ്ഷൻ ബി ആണ്, വി രാമസുബ്രഹ്മണ്യനാണ് കേട്ടോ. വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 70-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണെന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി, BS മാവോജി ആണ് കേട്ടോ. BS മാവോജി ആണ് നിലവിലെ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാല് അത് BS മാവോജി ആണ് കേട്ടോ. എന്നാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് ചോദിച്ചാൽ അത് 2007-ലാണ് കേട്ടോ. 2007-ലാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാല് അത് 2007-ലാണ് കേട്ടോ. 2007-ലാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത്.
ഇനി ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? അത് തിരുവനന്തപുരം ജില്ലയിലെ അയ്യങ്കാളി ഭവനാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ അയ്യങ്കാളി ഭവനാണ്. അപ്പം ഇന്ന് നമ്മൾ 70 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് ബാക്കി മാത്സും ഇംഗ്ലീഷ് ഒക്കെയാണ് കേട്ടോ. അത് മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്.